ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയോട് കൂടിയ ഓലൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കാതെ നല്ല രുചിയുള്ള ഓലൻ കറി. ഈ ഓലൻ കറി തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. താളിൻ്റെ തണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് അതിൻ്റെ ഇല എടുക്കുന്നില്ല. ഇല കൊണ്ടുള്ള തോരനും കൂട്ടാനെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ കണ്ടു നോക്കണേ. താളിൻ്റെ തണ്ട് ഇനി കഴുകിയെടുത്ത് ഒരു 10 ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ ഒന്ന് 4ആയി മുറിച്ചെടുക്കുന്നുണ്ട്. ചക്കക്കുരു മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പപ്പായ, ചെറിയ പപ്പായാണ് എടുത്തിട്ടുള്ളത്. അതും തൊലി കളഞ്ഞ് പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ കീറിയെടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവും എടുത്ത് കളയണം. കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം നീളത്തിൽ മുറിച്ച് ഇതുപോലെ നീളത്തിൽ കീറി ഇനി ചക്കക്കുരുവിൻ്റെ എല്ലാം ഒരു നീളത്തിൽ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി പപ്പായ. ഇനി താളിൻ്റെ തണ്ട് ഇതുപോലെ തന്നെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. തൊലി ഇതുപോലെ കത്തി കൊണ്ട് ചെത്തിക്കളയുക, അതല്ലെങ്കിൽ മുകളിൽ നിന്ന് കൈകൊണ്ട് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇനി ഇത് 4ആയിട്ട് ഒന്ന് കീറി നീളത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. താളിൻ്റെ തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൊറിയൊന്നുമില്ല. താളിൻ്റെ തണ്ട് മുറിക്കുന്ന സമയത്ത് കൈ ചൊറിയൊന്നുമില്ല. ഇനി ഒരു നേന്ത്രക്കായ, അതിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല, കളയാണ്ട് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ 4ആയിട്ട് ഒന്ന് കീറിയെടുത്ത് ഇത് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. ചക്കക്കുരും പപ്പായയും മുറിച്ചെടുത്ത പോലെ തന്നെ കായയും മുറിച്ചെടുത്ത് ഇത് നല്ലപോലെ ഇനി ഒന്ന് കഴുകിയെടുക്കണം. കഴുകി അതിൻ്റെ കറിയിലൊന്ന് കളയണം. 2-3 പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 3-4 പച്ചമുളക്, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുമ്പം ഓഫ് ചെയ്താൽ മതി. തണുത്ത ശേഷം തുറന്ന് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. വെള്ളമെല്ലാം പാകത്തിന് ആണ് ഉള്ളത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പം കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് ഉപ്പൊക്കെ നോക്കി മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് സാധനം ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും ഇനി ഒന്ന് പൊട്ടി വരണം. ഈ സമയത്ത് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് ഉഴുന്നുപരിപ്പ് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 8 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും 2 വറ്റൽമുളകും 5-6 വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരണം. കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇഷ്ടമില്ലാത്തവർ കുരുമുളക് പൊടി ചേർക്കണ്ട, പച്ചമുളക് തന്നെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിന് മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓലൻ കറിയാണ്. തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ഇല്ലാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഓലൻ കറി. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ പറമ്പിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നല്ല രുചിയോടുകൂടി കറി ഉണ്ടാക്കി കഴിക്കാം. മായം ചേർക്കാത്ത നല്ല കറി കഴിക്കാം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കടയിൽ പോയി മായമുള്ള പച്ചക്കറി വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയുള്ള കറി ഉണ്ടാക്കി കഴിക്കാം. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.